നമസ്കാരം. നാടിൻ്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. ഇന്ന് പ്രധാനപ്പെട്ട കുറച്ചധികം വാർത്തകളുണ്ട്. ഒന്ന്, നമ്മുടെ റെയിൽവേ പുറമ്പോക്കിൽ സ്ഥിരമായി തീ പിടിക്കുന്നു. പ്രധാന കാരണം റെയിൽവേയുടെ അലംഭാവം. രണ്ട്, നമ്മൾ നാട്ടുകാരുടെ അലംഭാവമുണ്ട്. ചവർ കത്തിച്ചാൽ ആ തീ അണയ്ക്കാതെ പോകുന്നു. പിന്നെ ആ ചവറിനുള്ളിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്, പാഴ്വൃക്ഷങ്ങളെല്ലാം മുറിച്ചിടുന്നതെല്ലാം റെയിൽവേ എടുത്തുകൊണ്ട് പോകുന്നില്ല. അത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നമാണ്. ഒപ്പം താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ചയാണ്. മുഖ്യമന്ത്രി നിർവഹിക്കും. കൂടാതെ തണ്ണീർത്തട നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് പുതിയ ഭൂമി മാറ്റലിനായി സർക്കാർ അനുവദിച്ച പുതിയ നിയമത്തിന്റെ പരിഗണന വെച്ച് തണ്ണീർത്തടങ്ങൾ നികത്തുന്ന, വളരെ ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടി നിരത്തുന്ന പ്രക്രിയകൾ ശക്തി പ്രാപിച്ചു വരുന്നു. അതിനെതിരായിട്ടുള്ള ജനകീയ പ്രതിരോധവും വളർന്നു വരികയാണ്. നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകും. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 13,180 രൂപ, പവന് 1,05,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. കുണ്ടറ താലൂക്ക് ആശുപത്രിയുടെ പുതിയ മന്ദിരം തിങ്കളാഴ്ച മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 76.13 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കുണ്ടറ താലൂക്ക് ആശുപത്രി ബഹുനില മന്ദിരം തിങ്കളാഴ്ച രാവിലെ 10:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ KN ബാലഗോപാൽ, J ചിഞ്ചുറാണി എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും. PC വിഷ്ണുനാഥ് MLA മുഖ്യപ്രഭാഷണം നടത്തും. NK പ്രേമചന്ദ്രൻ MP, M മുകേഷ് MLA, കോവൂർ കുഞ്ഞുമൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R ലതാദേവി, ജില്ലാ കളക്ടർ N ദേവിദാസ്, മുൻ മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ തുടങ്ങിയവരും പങ്കെടുക്കും. ഉദ്ഘാടനത്തിന് ഉള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ചിറ്റിമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B ബൈജു, ആരോഗ്യ സമിതി അധ്യക്ഷൻ A വിജയകുമാർ, ഡോക്ടർ ക്ലിനിൻ ഫെറിയ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ G ബാബുലാൽ എന്നിവർ അറിയിച്ചു. കൂടുതൽ തിങ്ങിപ്പാർക്കുന്നത് അവർക്ക് ഇത് ഒരു ആശ്രയ കേന്ദ്രം തന്നെയാണ്. 1920കളിൽ സറാംസിലെ തൊഴിലാളികൾക്കും ഈ നാട്ടിലെ സാധാരണക്കാർക്കും ഒരു പ്രാഥമിക ചികിത്സാ കേന്ദ്രമായി തുടങ്ങിയ ഒരു ആശുപത്രിയാണ് ഇത്. അങ്ങനെയാണ് ഇതിന് ആദ്യകാലത്ത് ഒരു ഓമന പേര് വീണത് JD ആശുപത്രി എന്നുള്ളത്. അത് ഘട്ടം ഘട്ടമായി വികസിച്ച് ഇന്ന് താലൂക്ക് ആശുപത്രിയായി മാറിയിരിക്കുന്നു. MA ബേബി ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഇതിനെ ഒരു താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയത്. പിന്നീട് ഇങ്ങോട്ട് അതിൻ്റെ ഒരു വികസന തുടർച്ചയായിരുന്നു. പിന്നീട് നമുക്ക് പുതിയ കെട്ടിടങ്ങൾ വന്നു, നമുക്ക് ഡയാലിസിസ് യൂണിറ്റ് സെൻ്ററുകൾ വന്നു, ഗൈനക്കോ, കൊല്ലത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഡെലിവറി നടക്കുന്ന ഒരു ഗൈനക്കോ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ വന്നു. ഏതാണ്ട് 13ഓളം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ വരെ ഇവിടെ രോഗികളെ പരിശോധിക്കുന്ന നിലയിലേക്ക് മാറുകയാണ്. നമുക്ക് സ്പെഷ്യലായിട്ട് അവരുടെ സ്ട്രെങ്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. നമുക്ക് ഏതാണ്ട് 16ഓളം ഡോക്ടർമാരാണ് ഇപ്പോൾ കുണ്ടറ താലൂക്ക് ആശുപത്രിയുടെ കീഴിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. വർക്ക് അറേഞ്ച്മെൻറ്റുമായി പലയിടത്ത് ആണെങ്കിൽ പോലും ഇതിൻ്റെ ഉദ്ഘാടനത്തോടുകൂടി ഈ ഡോക്ടർമാരെല്ലാം ഇവിടെ സെറ്റിൽഡ് ആവുകയാണ്. നമുക്ക് ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് കൂടുതൽ സൗകര്യങ്ങൾ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് നൽകാൻ കഴിയും എന്നാണ് നമുക്ക് ഇതുമായി പ്രതീക്ഷിക്കാൻ കഴിയുന്നത്, ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ 19-ാം തീയതി നടക്കുന്ന നമ്മുടെ ഈ ഉദ്ഘാടന കർമ്മത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും, ആബാലവൃദ്ധ ജനങ്ങളെയും ഞങ്ങൾ ഈ ഉദ്ഘാടന കർമ്മത്തിലേക്ക് ഹർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാത്തിനും പ്രത്യേക 10 പേമാറ്റുള്ള താലൂക്ക് ആശുപത്രിയാണ് നമ്മളെ ഈ കുണ്ടറയിൽ നാളെ തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഇത് സംബന്ധിച്ച് നമുക്ക് ഇതിനകത്ത് ഇവിടുത്തെ ഈ കുണ്ടറ ആശുപത്രി സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ഥലപരിമിതി, നമ്മുടെ ജീവനക്കാർക്ക് എത്ര രോഗികൾക്ക് സേവനം കൊടുക്കുന്നതിനുള്ള ഒരു പരിമിതിയുണ്ട്. ഈ പരിമിതിയെല്ലാം ഭേദിച്ചുകൊണ്ട് നമ്മുടെ ഈ പുതിയ ബിൽഡിങ്ങും പുതിയ ഇൻഫ്രാസ്ട്രക്ചറും പുതിയ സൗകര്യങ്ങളും പുതിയ മിഷണറീസും എല്ലാം വരുന്നതോടുകൂടി മികച്ച സേവനം നമ്മുടെ ജനപ്രദേശവാസികൾക്ക് ആഹ്വാനം നൽകാനാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾ ആരോഗ്യവകുപ്പിനുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വനിതകൾക്ക്, കുട്ടികൾക്കും പ്രാധാന്യം നൽകണമെന്ന് DMO പ്രത്യേകം പറഞ്ഞിരുന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ഒരു ഗൈനക് വിഭാഗം ഒരു
ഡോക്ടറെ കൂടി, ഒരു സീനിയർ ഡോക്ടറെ കൂടി തരാമെന്ന് DPയും ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ഗൈനക് വാർഡുകളും അതുപോലെ തന്നെ കുട്ടികളുടെ അതിൻ്റെ ഇൻക്യുബേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പുതിയ സ്ഥാപനത്തിലുള്ളതുകൊണ്ട് അവിടെ ഒരു മികച്ച ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ പ്രവർത്തന സജ്ജമാക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ്. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. റെയിൽവേ പുറമ്പോക്ക് തീക്കണി. റെയിൽവേ പുറമ്പോക്കിലെ കുറ്റിക്കാടുകളും വെട്ടിയിട്ട മരങ്ങളും നാട്ടുകാർ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും തീക്കണിയാകുന്നു. ഈ ആഴ്ചയിൽ ആശുപത്രി മുക്കിനും കേരളപുരത്തിനും മധ്യേ 2 കിലോമീറ്ററിനുള്ളിൽ 5 തീപിടുത്തമുണ്ടായത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ റെയിൽവേ അടിപ്പാതയ്ക്ക് സമീപം കാടിന് തടിക്കും പിടിച്ച തീ നാട്ടുകാരുടെ സഹായത്തോടെ ഫയർഫോഴ്സ് അരമണിക്കൂർ പണിപ്പെട്ടാണ് അണച്ചത്. ചപ്പുചവറുകൾ കത്തിക്കുന്നവർ തീ അണയ്ക്കാത്തതും അലക്ഷ്യമായി വലിച്ചെറിയുന്ന സിഗരറ്റ് കുറ്റികളുമാണ് തീപിടുത്തത്തിന് കാരണം. മുറിച്ചിടുന്ന പാഴ്മരങ്ങൾ റെയിൽവേ നീക്കം ചെയ്യാത്തതും ദുരിത കാരണമാണ്. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meets, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimuthikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. തരം മാറ്റൽ നിയമം പാര. പുത്തൻകുളങ്ങരയിൽ തണ്ണീർത്തടം നികത്തുന്നു. സംസ്ഥാന റവന്യൂ വകുപ്പ് ഭൂമി തരം മാറ്റൽ പ്രവർത്തകൾ ഉദാരമാക്കിയതോടെ ഉദ്യോഗസ്ഥ ഒത്താശയുടെ തണ്ണീർത്തടം നികത്തുന്നതായി പരാതി. കൊറ്റങ്കര പഞ്ചായത്തിലെ പുത്തൻകുളങ്ങര ഏലായുടെ ഭാഗമായ 44 സെൻറ് വയലാണ് നികത്തുന്നതായി പരാതി ഉയർന്നത്. നികത്തലിനെതിരെ പുത്തൻകുളങ്ങര നെൽവയൽ സംരക്ഷണ സമിതി ജില്ലാ കളക്ടർക്കും കൊറ്റൻകുളങ്ങര വില്ലേജ് ഓഫീസർക്കും പരാതി നൽകിയെങ്കിലും നടപടിയില്ല. നികത്തുന്ന സ്ഥലത്ത് നിന്ന് 50 മീറ്റർ പരിധിയിൽ 2 കുളങ്ങളുണ്ട്. ഈ കുളങ്ങളിൽ നിന്നുള്ള ജലം ഏലായുടെ മധ്യഭാഗത്തു കൂടിയാണ് ഒഴുകുന്നത്. ഏലായുടെ 4 വശവും ഉയർന്ന പ്രദേശവും നിലം ഡേറ്റാ ബാങ്കിലെ നീർത്തടവുമാണ്. ഈ നീർത്തടമാണ് പ്രദേശത്തെ കിണറുകളിൽ ജലം എത്തിക്കുന്നത്. ഏല നികത്തുന്നത് മൂലം ഗുരുതര പാരിസ്ഥിതിക ആഘാതം ഉണ്ടാകുമെന്ന് ജനങ്ങൾ കളക്ടർക്ക് നൽകിയ കൂട്ടപ്പരാതിയിൽ പറയുന്നു. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MVG CBN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447411980. കെൽ പ്ലാന്റ് നിർമ്മാണം അന്തിമഘട്ടത്തിൽ. കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്
കെൽ കമ്പനിയിൽ പുതുതായി നിർമ്മിക്കുന്ന പ്ലാന്റിൻ്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലെന്ന് PC വിഷ്ണുനാഥ് MLA. വൈദ്യുത വാഹനങ്ങൾക്ക് ആവശ്യമായ മോട്ടോറുകൾ നിർമ്മിക്കുന്ന പ്ലാന്റ് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. പഴയ പ്ലാന്റുകളുടെ നവീകരണവും അന്തിമഘട്ടത്തിലാണ്. തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കരാർ ഒപ്പുവെച്ചെങ്കിലും നടപ്പിലാക്കിയിട്ടില്ലെന്ന് തൊഴിലാളികളുടെ പരാതി സർക്കാരിൻ്റെയും വ്യവസായ വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും MLA അറിയിച്ചു. ജനറൽ മാനേജർ ജിതോഷ് വേണുനാഥ്, പേഴ്സണൽ എക്സിക്യൂട്ടീവ് ബാബു അൻസില, INTUC കെൽ യൂണിറ്റ് സെക്രട്ടറി KK രാജൻ, DCC സെക്രട്ടറി രഘു പാണ്ഡവപുരം, പെരിനാട് മുരളി, KS കറിയ, മാത്യു ജോൺകുട്ടി, JS ബിജുകുമാർ, D ഗോപകുമാർ, ശശികുമാർ, രാജൻ, KR രവി, അരുൺ തുടങ്ങിയവർ MLAയോടൊപ്പം ഉണ്ടായിരുന്നു. CPI യോഗം. CPI ലോക്കൽ ജനറൽ ബോഡി യോഗം ചേർന്നു. സംസ്ഥാന കൗൺസിൽ അംഗം G ബാബു ഉദ്ഘാടനം ചെയ്തു. കുണ്ടറ മണ്ഡലം കമ്മിറ്റി അംഗം N ശ്രീകണ്ഠൻപിള്ള അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറി L ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് R സേതുനാഥ്, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ NV സെബാസ്റ്റ്യൻ, R ഷംനാൽ, J ജോയി, S ഹർഷകുമാർ, സജി നെല്ലിമുക്കം, പേരേം പഞ്ചായത്ത് അംഗം ജസ്മിൻ കുട്ടി, കേരള മഹിളാ സംഘം കുണ്ടറ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹൈമാവതി, സോഫിയ, സുധീഷ് മുളവന, ബിജി ജേക്കബ്, വൈ സുരേഷ്, E വിൽഫ്രഡ്, അഡോൾഫസ്, തോമസ് ലോറൻസ്, ദയാനന്ദ പ്രസാദ്, ചെറിയാൻ, ലിയോൺസ്, കൃഷ്ണദാസ്, ജോസ് കുമാർ, ബോസ്, രാജു എന്നിവർ സംസാരിച്ചു. റബ്ബർ തോട്ടത്തിന് തീപിടിച്ചു. ഒരേക്കറിലധികം സ്ഥലത്തെ റബ്ബർ മരങ്ങൾക്ക് തീപിടിച്ചു. കുമ്പളം മോരിപ്പുറത്ത് രമ്യ ബാബുവിൻ്റെ പുരയിടത്തിലാണ് തീപിടിച്ചത്. 275 റബ്ബർ മരങ്ങളിൽ 103 മരങ്ങൾ ഭാഗികമായി കത്തി. പുരയിടത്തിൽ സാമൂഹ്യ വിരുദ്ധർ തീയിട്ടതായി കുണ്ടറ പോലീസിൽ പരാതി നൽകി. മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് യുവാവ് സഹായം തേടുന്നു. അസ്ഥിമജ്ജയിൽ ഗുരുതര രോഗം ബാധിച്ച യുവാവ് സുമനസ്സുകളുടെ സഹായം തേടുന്നു. പെരിനാട് വെള്ളിമൺ നാന്തിരിക്കൽ തെറ്റിവിള വീട്ടിൽ സുനിൽ ആൽഫ്രഡ് 30 മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സഹായം തേടുന്നത്. 2 മാസം മുൻപാണ് രോഗം തിരിച്ചറിഞ്ഞത്. ശരീരത്തിൽ ഇപ്പോൾ രക്തം ഉൽപ്പാദിപ്പിക്കുന്നില്ല. രക്തം കുറഞ്ഞതോടെ വായ, മൂക്ക് എന്നിവിടങ്ങളിൽ നിന്ന് രക്തം പൊടിയുന്ന സ്ഥിതിയാണ്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യണമെന്നാണ് ചികിത്സിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറയുന്നത്. 30 ലക്ഷത്തിലേറെ ചികിത്സാ ചെലവും കൂടാതെ പ്രതിമാസം 10,000 രൂപയുടെ മരുന്നുകളും വേണ്ടിവരും. ഇത്രയും ഭാരിച്ച തുക കണ്ടെത്താൻ നിർധന കുടുംബത്തിന് കഴിയില്ല. കഴിവില്ലാത്ത അമ്മ മാത്രമാണ് കൂടെയുള്ളത്. പിതാവ് നേരത്തെ മരിച്ചിരുന്നു. സുമനസ്സുകൾക്ക് സുനിലിൻ്റെ പേരിൽ കൊട്ടിയം കാനറ ബാങ്ക് ശാഖയിലെ അക്കൗണ്ട് നമ്പർ സഹായം അയയ്ക്കാം. അക്കൗണ്ട് നമ്പർ 11-42-42-86-56-13. IFSC കോഡ് CNRB 00-03476. ഗൂഗിൾ പേ നമ്പർ 99-46-47-15-60. നാട്ടുവട്ട വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസ് ഒരു മാസം ഒരു ഹ്രസ്വചിത്രം എന്നുള്ള അവരുടെ യജ്ഞം 25 ചിത്രങ്ങൾ പൂർത്തിയാക്കി. ഇപ്പോൾ 2026 കടക്കുമ്പോൾ 3ാം എഡീഷനിലേക്ക് കടക്കുകയാണ്. ഞങ്ങളുടെ 25 ഹ്രസ്വചിത്രങ്ങൾ 6 മുതൽ ലൈഫ് വരെയുള്ള ചിത്രങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ്. സുഹൃത്തുക്കളെല്ലാം ആ സിനിമകളൊന്ന് കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. സ്നേഹത്തോടെ വീണ്ടും നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലുള്ള നാളെ രാത്രിയിൽ കാണാം. അതുവരെ നാട്ടുവട്ടൻ ടീമിന്റെ സ്നേഹം, ആദരം.